Good morning, dear children. Welcome to Moral Science class. Chapter 8 Elders are a blessing. മുതിർന്നവർ ഒരു അനുഗ്രഹമാണ്. Let's start the chapter. Arun and Sunil were talking about their grandparents. അരുണും സുനിലും അവരുടെ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. It was then Lijo intervened and said, "My grandparents are a blessing. They are the beautiful gifts that God has given me." അരുണും സുനിലും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലിജോ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് പാരൻസ് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. ദൈവം എനിക്കായി നൽകിയ നല്ല സമ്മാനങ്ങളാണ് എൻ്റെ ഗ്രാൻഡ് പാരൻസ് എന്ന് ലിജോ അരുണിനോടും സുനിലിനോടും പറഞ്ഞു. "That is very true," said Alex. അപ്പോൾ അലക്സ് പറഞ്ഞു, അത് വളരെ ശരിയാണ്. "They are very affectionate." അവർ വളരെയധികം വാത്സല്യമുള്ളവരാണ്. "I simply love to be with them. They tell me a lot of fantastic stories," added Evelyn as she joined the group. ആ ഗ്രൂപ്പിലേക്ക് അപ്പോൾ കടന്നു വന്ന ഈവ്ലിൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എൻ്റെ ഗ്രാൻഡ് പാരൻസിനോടൊപ്പം കഴിയാൻ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. "They tell me a lot of fantastic stories." കാരണം എന്താ? അവരെനിക്ക് ഒരുപാട് നല്ല കഥകൾ പറഞ്ഞു തരും. "My grandpa is very clever with his hands. He makes me toys with coconut leaves, ball, windmill, watch, snake, etc." ജോ റീകളക്റ്റഡ് നൊസ്റ്റാൾജിക്കലി. അപ്പോൾ ജോ എന്നുള്ളൊരു സ്റ്റുഡൻറ്റ് അവൻ്റെ ഓർമ്മകളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എൻ്റെ ഗ്രാൻഡ് പാ വളരെ ക്ലവറാണ്, ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടോയ്സ് ഉണ്ടാക്കാൻ അറിയാം. എന്തിൻ്റെ ലീവ്സ് കൊണ്ടാണത്? കോക്കനട്ട് ലീവ്സ്, അതായത് തെങ്ങോല കൊണ്ട് ബോള്, കാറ്റാടി, സ്നേക്ക്, വാച്ച്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഗ്രാൻഡ് പായ്ക്ക് അറിയാം എന്ന് ജോ ഓർത്ത് പറഞ്ഞു. "The other day I was down with fever and Granny gave me a homemade decoction and my fever just disappeared. It was like a miracle," Sunaina contributed proudly. അപ്പോൾ ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് സുനൈന വന്നിട്ട് വളരെ അഭിമാനത്തോടെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവൾക്ക് പനി വന്ന സമയത്ത് അവളുടെ അമ്മൂമ്മ അവൾക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ പനി പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. അത് വളരെ അധികം ഒരു അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞു സുനൈന. അതായത് നമ്മൾ പനിയൊക്കെ വരുമ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാറില്ലേ, അതുപോലെ അങ്ങനെ എന്തോ ചൂടുള്ള ഒരു വെള്ളം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പനി പെട്ടെന്ന് അപ്രത്യക്ഷമായി. അത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു എന്നാണ് സുനൈന പറയുന്നത്. അരുൺ റിമെമ്പേർഡ്, "Yes, I have seen Dad taking my grandpa's opinion before doing anything." അരുൺ അപ്പോൾ ഓർത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് അറിയാം, എൻ്റെ അച്ഛൻ എന്തൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ഗ്രാൻഡ് പായോട് ആലോചിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. "According to Dad, Grandpa has many years of experience." അച്ഛനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രാൻഡ് പായ്ക്ക് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അതായത് മുതിർന്ന ആളുകളാവുമ്പോൾ അവർക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്, കൂടാതെ അവർ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് എന്തിനും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് ഡാഡി ഗ്രാൻഡ് പായുടെ ഉപദേശം സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ് അരുൺ ഓർത്തെടുത്ത് പറയുന്നത്. "So he knows to deal with matters more practically." കാരണം ഗ്രാൻഡ് പായ്ക്ക് ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ, വളരെ പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. "My grandpa is no more," said Nidara sadly. "But I have seen my dad consulting my uncle regarding various things." അപ്പോൾ നിതാര വളരെ ദുഃഖത്തോടെ പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് പാ മരിച്ചുപോയി, പക്ഷേ എൻ്റെ അച്ഛൻ
തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്കിളിനോട് ആലോചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നിതാര പറഞ്ഞു. സുനിൽ cheered her up, saying, "It's not only our grandparents, but our uncles, aunts, cousins, dad, mom, all are precious gifts from God." അപ്പോൾ നിതാരയുടെ സങ്കടം ഒന്ന് മാറ്റാനായിട്ട്, അവളെ സന്തോഷിപ്പിക്കാനായിട്ട് സുനിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നമ്മുടെ ഗ്രാൻഡ് പാരൻസ് മാത്രമല്ല, അങ്കിൾ, ആൻറ്റിമാര്, കസിൻസ്, പിന്നെ അച്ഛൻ, അമ്മ, എല്ലാവരും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് നിതാരയെ സന്തോഷിപ്പിക്കാനായിട്ട് സുനിൽ പറഞ്ഞു. സന്തോഷിപ്പിക്കാനായി മാത്രമല്ല, അതും സത്യമാണ് അല്ലേ? നമ്മുടെ റിലേറ്റീവ്സും എല്ലാം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഓരോ കാര്യങ്ങൾക്കും നമുക്ക് പ്രോബ്ലം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനും നമ്മളോടൊപ്പം എൻജോയ് ചെയ്യാനും ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷമല്ലേ? അപ്പോൾ അത്തരം ഒരു അർത്ഥത്തിലാണ് സുനിൽ നിതാരയോട് പറയുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഒരു ചെറിയ ആക്ടിവിറ്റിയാണ്. നെയിം ദ എൽഡർലി പേഴ്സൺ യു ലവ് ദ മോസ്റ്റ്. നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൽഡർ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് എഴുതാനാണ് പറയുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ, നിങ്ങളുടെ മനസ്സിൽ കുറിച്ചോളൂ, അല്ലെങ്കിൽ ഒരു ബുക്കിൽ കുറിച്ച് വെച്ചോളൂ. Lydia had to present a school project on the various stages of the germination of seeds. ലിഡിയയ്ക്ക് സ്കൂളിൽ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. എന്താണത്? വിത്തുകൾ മുളയ്ക്കുന്നതിൻ്റെ പലതരം സ്റ്റേജുകൾ, അതായത് പല സ്റ്റേജിലൂടെയാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത്. അപ്പോൾ അതായിരുന്നു ലിഡിയയ്ക്ക് കിട്ടിയ പ്രൊജക്റ്റ് വർക്ക്. ഹെർ മം വാസ് നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ലിഡിയയുടെ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുക എന്നൊന്നും ലിഡിയയുടെ അമ്മയ്ക്ക് അറിയില്ല. But her grandma gave her instructions to soak the seeds for a day, and soon small sprouts were seen coming out of the seeds the very next day. അവളുടെ ഗ്രാൻഡ്മ അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. വിത്തുകൾ ഒരു ദിവസം മുഴുവനും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാനായിട്ട് പറഞ്ഞു. അത് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വിത്തിൽ മുളകൾ പൊട്ടിയിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും എന്നും പറഞ്ഞു കൊടുത്തു. ആരാണ് പറഞ്ഞു കൊടുത്തത്? ലിഡിയയ്ക്ക് ഗ്രാൻഡ്മയാണ് പറഞ്ഞു കൊടുത്തത്. അതായത് മുളയ്ക്കാനുള്ള വിത്തുകളെല്ലാം എടുത്ത് ഒരു ദിവസം ഫുള്ളായിട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കുക, സോക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡേ എടുത്ത് നോക്കുമ്പോൾ ആ വിത്തുകളിൽ മുളകൾ വന്നിട്ടുണ്ടാവും. അതായത് മുളയ്ക്കാനുള്ള വിത്ത് പിന്നീട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് മണ്ണിൽ പാവി കഴിഞ്ഞാൽ മുളപ്പിക്കാനായിട്ട് പറ്റും. She then directed to plant it in the soil, and thus Lydia was able to demonstrate all the stages well. അതിനുശേഷം ഈ മുളകൾ വന്ന ആ വിത്തിനെ എന്ത് ചെയ്യണം? മണ്ണിൽ കുഴിച്ചിടാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റേജ് എല്ലാം മുത്തശ്ശി, അതായത് ഗ്രാൻഡ്മ, അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അതിനനുസരിച്ച് അവൾ ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, വിത്തുകൾ മുളയ്ക്കുന്നതിൻ്റെ എല്ലാ ഘട്ടങ്ങളും എല്ലാ സ്റ്റേജുകളും അവൾക്ക് മുന്നിൽ പ്രകടമാവുകയും അവൾക്കത് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കുകയും ചെയ്തു. And to her great joy, Lydia's project was judged as the best one. അവൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി. എന്താണത്? ലിഡിയയുടെ ആ പ്രൊജക്റ്റാണ് സ്കൂളിലെ ബെസ്റ്റ് പ്രൊജക്റ്റായിട്ട് തിരഞ്ഞെടുത്തത്. Lydia's grandma was from an agricultural family, and obviously she knew very well the different stages of farming. ലിഡിയയുടെ ഗ്രാൻഡ്മ ഒരു അഗ്രികൾച്ചറൽ ഫാമിലിയിൽ നിന്നായിരുന്നു. അവരുടെ കുടുംബം ഒരു കർഷക കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമിങ്ങിൻ്റെ ഓരോ വ്യത്യസ്ത സ്റ്റേജുകളെക്കുറിച്ചും ഗ്രാൻഡ്മായ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ലിഡിയയ്ക്ക് നൽകാനായിട്ട് അവർക്ക് സാധിച്ചത്. ലിഡിയ വാസ് സോ താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ഹെർ ഗ്രാൻഡ്മ.
ലിഡിയ ദൈവത്തോട് വളരെയധികം നന്ദി പറഞ്ഞു. അവൾക്ക് നൽകിയ ഗ്രാൻഡ്മയെ ഓർത്ത് ഒരുപാട് നന്ദി പറഞ്ഞു ദൈവത്തിനോട് ലിഡിയ. അതേപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവൂലേ, നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ കാര്യമായി അറിയാത്ത കാര്യങ്ങൾ വരെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. മുതിർന്നവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നോളേജ് ഉണ്ടാവും. അപ്പം നമുക്ക് പല കാര്യങ്ങളിലും അവരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ലിഡിയയുടെ അമ്മയ്ക്കും അറിയില്ലായിരുന്നു, ലിഡിയയ്ക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്നുള്ളത്. അത് ലിഡിയയുടെ ഗ്രാൻഡ്മയാണ് അതെല്ലാം പറഞ്ഞു കൊടുത്തത് അല്ലേ. അപ്പോൾ ഓരോ സ്റ്റേജിലും എന്താണ് നടക്കുന്നത് എന്നുള്ളത് ലിഡിയയ്ക്ക് പ്രത്യേകം മനസ്സിലാക്കാനും സാധിച്ചു. അവൾക്ക് ആ പ്രൊജക്റ്റിന് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. അടുത്തത് ഒരു ചെറിയ ആക്ടിവിറ്റിയാണ്. ടേക്ക് എ സെൽഫി വിത്ത് ദ എൽഡർലി പേഴ്സൺ യു ലവ് മോസ്റ്റ് ആൻഡ് ഗെറ്റ് എ പ്രിൻ്റ് ഔട്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൽഡർ പേഴ്സൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ അവരോടൊപ്പം ഒരു സെൽഫി എടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനാണ് പറയുന്നത്. റൈറ്റ് എ താങ്ക് യു നോട്ട് ഫോർ ദം ഇൻ 3 sentences. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു 3 സെൻറ്റൻസും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ പ്രിൻ്റ് എടുത്തില്ലെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുക്കുക. എന്നിട്ട് അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും പഠന കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസിനോ എന്തിനും നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പാണോ അവർ ചെയ്തു തന്ന് അതിനൊക്കെ അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുക. കുറച്ച് വാക്കുകൾ എഴുതി വയ്ക്കാനാണ് ഇവിടെ പറയുന്നത്, പക്ഷെ നിങ്ങളത് അവരോട് പറഞ്ഞാൽ മതി. ഈ ചാപ്റ്ററിൽ നമ്മൾ മുതിർന്നവരെ എങ്ങനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, പിന്നെ മുതിർന്നവർ കുട്ടികളോട് എങ്ങനെയാണ് അല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ഒരുപാട് വാത്സല്യമുള്ളവരായിരിക്കും. അവരുടെ ആ കരുതലും സ്നേഹവും അനുഭവിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. അപ്പോൾ എല്ലാവർക്കും തുടർന്നും ആ സ്നേഹവും കരുതലും വാത്സല്യവും എല്ലാം ഉണ്ടാവട്ടെ. അതുപോലെ നിങ്ങൾ തിരിച്ചും അവർക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുക്കണം. Okay dear children, that's all today's class. നോട്ട്സ് ടീച്ചർ സെൻഡ് ചെയ്യും. എല്ലാവരും വളരെ നീറ്റായിട്ട് നോട്ട്ബുക്കിൽ അത് എഴുതിയെടുക്കണം. കൂടാതെ പഠിക്കുകയും വേണം. താങ്ക് യു.